ഹലോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചാൽ കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് നല്ല നാടൻ രീതിയിൽ തേങ്ങ അരച്ച മത്തിക്കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കുന്നൊരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ മത്തിയൊക്കെ മുറിച്ച് നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ തേങ്ങ അരച്ച മത്തിക്കറിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ കൊണ്ടാട്ട മുളകാണ്. ഇതൊരു 9 എണ്ണം എടുത്തിട്ടുണ്ട്. ഇഞ്ചി, കുടംപുളി, തക്കാളി, ഒരു ചെറിയ കഷ്ണം സവാള, കറിവേപ്പില. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി അധികം വേണ്ട കേട്ടോ. കാരണം എരിവിനായിട്ട് നമ്മൾ പച്ചമുളക് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കളറിന് വേണ്ടി മാത്രം കുറച്ച് കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ കറിക്ക് നല്ല കളറ് കിട്ടാൻ വേണ്ടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്തിനാണ് ഇടുന്നത് വെച്ചാൽ മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കറിക്ക് നല്ല കൊഴുപ്പും നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. അപ്പോൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് വേണമെങ്കിൽ ലാസ്റ്റ് നോക്കിയിട്ട് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും തക്കാളി, പച്ചമുളക്, ഇഞ്ചി ഇതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള കൂടുതൽ ചേർക്കാൻ പാടില്ല കേട്ടോ. കൂടുതൽ സവാള ചേർത്ത് കഴിഞ്ഞാൽ കറി ഭയങ്കര മധുരമായിരിക്കും. അപ്പോൾ ഇത്രയും ഞാൻ ചേർത്തിട്ടുള്ളൊരു ചെറിയ സവാളേൻ്റെ 1/4 ഭാഗം. അപ്പോൾ സവാള ചേർക്കാത്തവരും ഉണ്ട്. പക്ഷേ നമ്മൾ പണ്ടേ സവാള ഒരു കഷ്ണം ചേർത്ത് ശീലമായി കേട്ടോ. അപ്പോൾ ഒരു സവാളയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരവൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കേട്ടോ മത്തിക്കറി തേങ്ങ അരച്ച് വയ്ക്കാറ്. അപ്പോൾ ഇനി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇത് കുറച്ച് സമയം വെക്കുന്നത് നമുക്ക് വെക്കാം. ഇനി കുറച്ചുകൂടെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു 1/2 മുറി തേങ്ങ ചിരകി ജീരകവും ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കറി ഉണ്ടാക്കാം. കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്ത് നമ്മൾ മിനിയാന്ന് കനിച്ചെടുത്ത പുതിയ ചട്ടി കേട്ടോ. അപ്പോൾ പുതിയ ചട്ടിയിൽ ആദ്യമായിട്ട് മത്തിക്കറി ഉണ്ടാക്കിയത് നമുക്ക് എങ്ങനെ ഉണ്ടാകുന്നു. തിളച്ച് വരാനെല്ലാം കുറച്ച് ടൈം എടുക്കുമെന്നാണ് തോന്നുന്നു, കാരണം പുതിയ ചട്ടി ആയതുകൊണ്ട്. അപ്പോൾ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്നൊന്നും തള വരാൻ സാധ്യതയില്ലാന്ന് തോന്നി. കാരണം പുതിയ ചട്ടി ആയതുകൊണ്ട് ആദ്യമായിട്ട് അടുപ്പത്ത് വെക്കല്ലേ. എന്നാലും പ്രതീക്ഷിച്ചതിലും വേഗം തള വരുന്നുണ്ട്. ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ തക്കാളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ ഇത്രയും തിള വന്ന സമയത്ത് നമുക്ക് കുറച്ച് ഒരു 3-4 അല്ലി കുടംപുളി ഇട്ട് കൊടുക്കാം. ഇത് വീട്ടിൽ നിന്ന് തന്നെ ഉണക്കിയെടുത്ത കുടംപുളി കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കുടംപുളി ഇട്ട് കൊടുത്ത് കുറച്ചുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. എന്നാൽ പച്ചമുളകെല്ലാം കുറച്ചുകൂടെ ഒന്ന് വെന്ത് കിട്ടാനുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. കുടംപുളി നന്നായി കഴുകി എടുത്തിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മളെ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് കറിക്ക് കുറച്ചുകൂടെ കുറച്ച് ലൂസ്, അധികം കട്ടിയിലാണ്ട് കുറച്ച് ലൂസിൽ കിട്ടാൻ വേണ്ടി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നാടൻ മത്തിക്കറി കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം.
പിന്നെ നമ്മളെ മൺചട്ടിയിൽ വെച്ച മീൻ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റും കൂടിയാണ്. നമ്മൾ അലുമിനിയം പാത്രത്തിലും സ്റ്റീൽ പാത്രത്തിലും ഒക്കെ വെക്കുന്നതിനെക്കാട്ടിലും മീൻ കറി മൺചട്ടിയിൽ വെക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. വെച്ച് പിറ്റേ ദിവസത്തേക്ക് ടേസ്റ്റ് കുറച്ചുകൂടെ കൂടും മൺചട്ടിയിലാകുമ്പോൾ. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഉപ്പ് കുറച്ചുകൂടെ ആവശ്യമുള്ളവർ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട് ഉപ്പ്. അപ്പോൾ തേങ്ങ ഒഴിച്ച് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. സമയം നമുക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. നമുക്കതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പുഷ്പേച്ചിൻ്റെ വീട്ടിൽ നിന്ന് പറിച്ചെടുത്ത കറിവേപ്പില കേട്ടോ, നല്ല ഫ്രഷ് കറിവേപ്പിലയാണ്. അപ്പോൾ നമുക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി തിള വരുന്നുണ്ട്. ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്ന കേട്ടോ. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇങ്ങനെ ഇളക്കി മത്തിയെല്ലാം അതിലലിഞ്ഞു പോവല്ലോ, ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ കറി നന്നായി വന്നിട്ടുണ്ട്. തിള വരുന്നുണ്ട് ഇപ്പോൾ. എല്ലാ രീതിയിലാണ് വെക്കൽ എന്നറിയില്ല, എന്നാലും ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കുറച്ചൊരു 1/4 ഭാഗം സവാള ഇതിലേക്ക് വറുത്തിട്ട് എണ്ണയിൽ കുറച്ച് വറുത്തെടുത്തിട്ട് ഇതിലേക്ക് ഇടാൻ പോകണം. ഒരു സവാള വറുത്തിട്ട് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ കറിക്ക് ചിക്കൻ കറിക്കൊക്കെ ചില സമയത്ത് ഞാൻ വറുത്തിടാറുണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ സവാള നന്നായിട്ട് ഒരു ഡാർക്ക് ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സവാള ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്കിത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ സവാള വറുത്തെടുത്ത സവാള കറിയിലിട്ട് കഴിഞ്ഞാൽ നല്ലൊരു മണവും രുചിയൊക്കെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ. അപ്പോൾ നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബായ്. അപ്പോൾ എല്ലാവരും മത്തിക്കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ.